ആ സാരമില്ല, എൻ്റെ വില ഞാൻ അനുഭവിക്കുക. എന്തെങ്കിലും കാര്യമില്ലാതെ ഞാനിപ്പോൾ ഓക്കെ പറയില്ലല്ലോ. അങ്ങനെയാണെന്നൊരു വിശ്വാസം. പാവം കുട്ടി. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ. എന്തോ ആര് പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമേ ഇല്ലെന്ന്? ലവറിൻ്റെ പേര് പറഞ്ഞിട്ട് ചേച്ചി ഇന്ന് കിടക്കാൻ പോയാൽ മതി. അത് പിന്നെ എനിക്ക് നാളാവുന്നു. ഞാൻ പറയില്ല. നീ പറയില്ല? എനിക്കിവിടെ ഭൂകമ്പം നടക്കും. എന്നാൽ കുറച്ച് കാലം നമുക്ക് ശിവനോട് ചോദിക്കാം. നമുക്ക് അതായിരിക്കും നമുക്ക് നല്ലതല്ലേ? അതെ, ഒരേ സമയത്ത് ജനിച്ച് വീണവരല്ലേ. എന്തായാലും ശിവചേട്ടനറിയായിരിക്കും ആ ലവറിൻ്റെ പേര്. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം അല്ലേ? അതെ, എന്തായാലും നമുക്ക് ശിവചേട്ടനോട് ചോദിക്കണം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ശിവനെ ചിത്തിൻ്റെ കള്ളി നമുക്കിന്ന് വെളിച്ചത്തെടുക്കണ്ടേ? അയ്യോ, അങ്ങനെ പറഞ്ഞുകൂടാ. എന്താ വെച്ചാൽ അത് ഞാൻ അവനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അവനങ്ങനെ അറിഞ്ഞാൽ പിന്നെ എന്നെ വിട്ട് നുറുക്കി പീസാക്കും. ഞാൻ നിങ്ങളോട് പേര് പറയാം, പക്ഷെ നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. പറയില്ലല്ലോ? ഇല്ല, ഞാൻ പറയില്ല. നീ വേഗം പേര് പറ. പേര് കേട്ടിട്ട് നമുക്ക് ആലോചിക്കാൻ പറയണോ വേണ്ടെന്നൊക്കെ. ഇഷ്ടം പറയാതെ എങ്ങനെ അറിയും? അതെ ശരിയാ, ഞാൻ പറയില്ല. കാർത്തിക്. എന്താ? നീ ഒന്നുകൂടി പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഞാൻ വിശ്വസിക്കൂല. കാർത്തികേട്ടന് വേറെ ലൈനുണ്ടല്ലോ. അതെ, കാർത്തികേട്ടന് വേറെ ലൈനുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇത് ലൈനാകും? ഐ മീൻ കാർത്തികേട്ടന് വേറെ ലവർ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ ശിവാനി ചേച്ചിയുടെ ലവർ ആകും എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. എന്താ? ഓഹോ, അപ്പോൾ ഇതുണ്ട്. ഞാൻ ലൈൻ സെറ്റാക്കിയോ? എല്ലാം പോയേ ദൈവമേ. ലവറാഞ്ഞല്ലേ, വല്ല ക്രഷൊന്നുമില്ലല്ലോ അല്ലേ? അതന്നെ, ലവറും തന്നെയല്ലേ, വേറെ ആരുമില്ലല്ലോ. ഞാൻ നിങ്ങളെ പറ്റിച്ചത്. എനിക്ക് അവനെ വർഷങ്ങളായിട്ട് ഇഷ്ടം. ബട്ട് എനിക്കറിയില്ല അവനെന്നെ ഇഷ്ടമാണോ എന്ന്. എന്നാലും അവൻ്റെ വേറെ ലൈനുണ്ട് ശരിക്കും. പേടിക്കണ്ട, ഞാനൊന്ന് എറിഞ്ഞ് നോക്കിയതാ. മതി, ഞാനായിട്ട് കൊണ്ടുവന്ന അഴിയിൽ ഞാൻ തന്നെ നിർത്തിയിരിക്കുന്നു. ഇനി നമുക്കിന്നൊന്നും സംസാരിക്കണ്ട, എല്ലാവരും കിടന്നുറങ്ങാൻ പോവാം. സമയം ഇത്രയോ? ശരിക്കും കിടന്നുറങ്ങാൻ നാളെ ക്ലാസ്സുള്ളതല്ലേ? ഞാനെന്ത് ചെയ്യാനാ? നാളെ രാവിലെ എഴുന്നേക്കൂ. പരീക്ഷ ഉള്ളതല്ലേ നാളെ? നിങ്ങൾ പഠിച്ചില്ലായിരുന്നോ? ഞാൻ പഠിച്ചായിരുന്നു. എടി പട്ടി, കാണിച്ചെന്നേക്കണം കേട്ടോ. ഞാൻ സീനിയറാണല്ലോ, എനിക്ക് നിങ്ങളെ പോലെ പരീക്ഷയില്ലല്ലോ. എന്ത് യോഗമായിട്ട് നിൻ്റെത്? നമുക്ക് കിട്ടിയിട്ടില്ലേ പരീക്ഷ? സാരമില്ല, പാറ നമുക്ക് കാണിച്ചാൽ മതി. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ് ഓൾ. സ്വീറ്റ് ഡ്രീംസ്. ആൻഡ് കിസ് യു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വല്ലാത്ത ദാഹം. ഇവിടെ എന്താ പണിയെടുക്കുന്നത്? പയ്യെ അവൾ കാണാൻ അവളെ പറയുമ്പോൾ നിൽക്കാം. എൻ്റെ എഡിറ്റിംഗ് അല്ലേ, അപ്പാര എഡിറ്റിങ്ങാ. എന്ത് രസം ഇപ്പോൾ കാണാൻ ഈ ഫോട്ടോ. ഞാൻ ശിവട്ടൊന്നും മനസ്സിലാകത്തേയില്ല. എല്ലാവരും ഉറങ്ങുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താ പരിപാടി? ഉറങ്ങുന്നില്ലേ? അയ്യോ, ചേച്ചി ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാ? അതെന്താ ചേച്ചി, കാർത്തികേട്ടൻ്റെ സ്വപ്നം കണ്ടോ? നിന്നെപ്പോലെ വിരൽ പിടിച്ചൊരനിച്ചുള്ളപ്പോൾ എങ്ങനെ ഉറങ്ങും? ചേച്ചി, എന്താ ചേച്ചി ഇപ്പോൾ എഴുന്നേറ്റ്? നീ എന്താ ഫോണിനകത്ത് പണിയെടുത്തെന്നൊക്കെ ഞാൻ കണ്ടു. മര്യാദയ്ക്ക് എന്നെ കാണിച്ചതാ. ചേച്ചി കണ്ടോ? ചേച്ചി ശിവേട്ടനോട് പറയല്ലേ. എന്ത് പറയല്ലേന്ന്? ഫോണിൽ കണ്ടത് ശിവേട്ടനോട് പറയല്ലേ. എന്നെ മര്യാദയ്ക്ക് കാണിച്ചിട്ടാണ് ഞാൻ പറയില്ല. പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി പറയല്ലേ. ഇത്രയേ ഉള്ളൂ ഞാൻ പണിയെടുത്തത്, അത്രേ ഉള്ളൂ. ഇതെന്താണ് സംഭവം? ഒരു കുന്തം മനസ്സിലാവുന്നില്ലല്ലോ. ചേച്ചി ഒച്ച കുറച്ച് പറ. ചേച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസ്സിലാവണ്ട. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതൊക്കെ ഉള്ളൂ. പിന്നെ ചേച്ചിക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലായാലും ഇല്ലെങ്കിലും ശിവേട്ടനോട് പറയണ്ട. ഓക്കെ? അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഫോൺ കാണണം ഒന്നുകൂടി. നീ ഒന്ന് കാണിച്ചേ. പിടി കിട്ടിയത് ശിവനെ നീയാണോ? கொஞ்சம் സാമ്യം തോന്നുന്നുണ്ടോ? നനഞ്ഞാട്ടോ. ഫോട്ടോ മനസ്സിലാവും, പക്ഷെ അതിന് മുകളിൽ എന്തിനാ പ്രണയത്തിൻ്റെ ചിഹ്നവും മയ്യും? അവിടെ പോയിക്കേ, എനിക്ക് നാളാവും. ഞാൻ പറയില്ല.
ഓ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അടുത്ത് തന്നെ തിരിച്ചറിയാമല്ലേ? മതി, ഇന്നത്തോടെ നിൻ്റെ എല്ലാ അബദ്ധവും ഞാൻ നിർത്തിയിരിക്കുന്നു. അയ്യോ ചേച്ചി, അങ്ങനെ പറഞ്ഞ സത്യമായിട്ടും പറഞ്ഞാൽ എനിക്ക് നാണമാകുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ. ചേച്ചിക്ക് അതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ഇതിനകത്ത് ഇപ്പം എന്താ മനസ്സിലാവുന്നുണ്ടേ? മൈലവോ? ശിവനോട് നിനക്ക്? ശിവനോട് എനിക്ക് ലവ്, അത്രേ ഉള്ളൂ. പറയണ്ട കേട്ടോ, ആരോടും പറയണ്ട. ഈ റൂമിലുള്ളവരോട് പോലും പറയണ്ട. ഇതാദ്യമായിട്ട് അറിയുന്നത് ചേച്ചി മാത്രം. എനിക്കറിയില്ല എന്തെങ്കിലും ഫീലിങ്സാണ് എനിക്ക് ശിവേട്ടനോടുള്ളത്. ബട്ട് എഡിറ്റ് ചെയ്യുമ്പം ഒറ്റ നോട്ടിൽ ആർക്കും ഞങ്ങളുടെ പിക്ചർ മനസ്സിലാവരുത് എന്നാൽ ഞാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പിഴറാക്കിയതാണ്. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ മൈ ലവെന്നും കൂടി ഉണ്ടെന്ന് വിചാരിച്ചു. അതെന്താ അങ്ങനെ? നിനക്ക് മനസ്സിലായില്ല, ബട്ട് എനിക്ക് മനസ്സിലായി. യോ ലവ് ഹേ.